പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നൊവേന ഇന്ന് 9ാമത്തെ ഇടത്തിലെ അനേകം ദൈവാനുഗ്രഹങ്ങളോടുകൂടി ഇന്ന് സമാപിക്കുകയാണ്. വളരെ ഭക്തിയോടുകൂടി ദൈവസ്നേഹത്തോടെ അതീവ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ സർവോപരി സന്തോഷത്തോടെ നമുക്ക് നൊവേന പ്രാർത്ഥന ചൊല്ലാം. ഏറ്റു പ്രാർത്ഥിക്കുക. വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ വചനം നിക്ഷേപിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളും ദൈവത്തോട് ചെയ്തിട്ടുള്ള ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ച് വിശുദ്ധിയിലും ദൈവഭക്തിയിലും നിലനിൽക്കുവാനുള്ള കൃപ പ്രദാനം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. ദൈവമേ, മാനുഷികമായ ഞങ്ങളുടെ വഴികൾ അസ്തമിക്കുകയും ദൈവത്തിന്റെ ഇടപെടൽ ഉടമ്പടി പ്രകാരമുള്ള അവിടുത്തെ പുതിയ വഴികൾ നൊവേന പ്രാർത്ഥന വഴി ഞങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു വരികയും ചെയ്യണമേ. ശ്രുതികടെ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. വാഗ്ദാന പേടകമായ പരിശുദ്ധമ്മ എലിസബത്തിൻ്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ ദൈവം തിരുമനസ്സായതുപോലെ ഞങ്ങളും കൃപാസ അമ്മയോടുള്ള ഈ ഉടമ്പടി നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക വഴി വാഗ്ദാന പേടകമായ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ നിറയപ്പെടുവാൻ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആമേൻ.
കേട്ട് പ്രാർത്ഥിക്കാം. ഇതാ കർത്താവിന്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന ഉടമ്പടി വചനം ഉച്ചരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മേ, ഈ നിമിഷം പൂർണ്ണമായി ഞങ്ങളെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. എബ്രാഹത്തിന് നൽകിയ അനുഗ്രഹം പോലെ ഉടമ്പടി വചനത്തിലൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അടിയങ്ങൾ ചെയ്തിരിക്കുന്ന ഉടമ്പടി പ്രാർത്ഥനയിൽ ഞങ്ങളെയും വചനം മാംസമായി ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിന് സാക്ഷ്യമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ശ്രുതികട ഹല്ലേലൂയ. വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പ്രിയമുള്ളവരെ, ഉടമ്പടി പ്രാർത്ഥനയിൽ സമർപ്പണ പ്രാർത്ഥനയുണ്ട്. അത് ഉടമ്പടി വിധിപ്രകാരമുള്ള സമർപ്പണമാണ്. ഉടമ്പടി നമ്മളെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളുടെ മേലും ദൈവിക അധികാരം വെളിപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഉടമ്പടി സമർപ്പണ പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥനയുടെ ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നമ്മൾ ഈശോമിശ വാഗ്ദാനം ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇപ്പം നമ്മൾ ഇന്നലെ ആമലൂൽ മാതാവിൻ്റെ തിരുനാളാണ് ആഘോഷിച്ചത്. അതുപോലെ തന്നെ മനഗുണ മാതാവുണ്ട്. മാതാവിൻ്റെ വ്യത്യസ്തമായ ജീവിത വിശുദ്ധിയെ അനുസ്മരിക്കുന്ന, ദൈവിക ദൗത്യങ്ങളെ അനുസ്മരിക്കുന്ന, കൃപയുടെ പ്രകാശനങ്ങളെ അനുസ്മരിക്കുന്ന അനേകം തിരുനാളുകൾ സഭയിലുണ്ട്. പക്ഷെ ഇത് എന്തെല്ലാം അനുസ്മരിച്ചാലും അതെല്ലാം സർവേശ്വരൻ്റെ നമ്മുടെ പരിശുദ്ധ ദേവമാതാവേ എന്ന ഒറ്റ സംജ്ഞയിൽ എല്ലാം അടക്കം ചെയ്തിരിക്കുകയാണ്. അനാദികാലം മുതൽ സഭയിലുള്ള ഏറ്റവും വലിയ അർത്ഥസംഖ്യക്കിടയില്ലാതെ സഭ അസന്നിഗ്ധമായി പ്രസ്താവിച്ചതാണ് തെയോത്തോക്കോസ്. അമ്മ ദൈവമായ ക്രിസ്തുവിൻ്റെ അമ്മ, അതാണ് സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവ്. അത് ബൈ നോ മീൻസ് ഇമാക്കുലേറ്റ് ആണ്, നമ്മുടെ ഉത്ഭവമാണ്. അത് നോ മീൻസ് അത് മദർ ഓഫ് ഗ്രേസാണ്. ഇപ്പോൾ കൃപാസന അമ്മ മദർ ഓഫ് ഗ്രേസാണ്. ഇതിനെല്ലാം കൂടി ഒറ്റ പേരാണ് സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവ്. എന്ത് മനോഹരമാണത് കേൾക്കാൻ. ആ വിളി മതിയല്ല ശരിക്കും ഒരു മനുഷ്യൻ്റെ എല്ലാ കാർമേഘങ്ങളും മാറാൻ. ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് ഈ ഉടമ്പടി സമർപ്പണ പ്രാർത്ഥന നടത്താം. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ജോഷുവ 3:4 പ്രാർത്ഥിക്കുന്നു. ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. കർത്താവ്, ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ ജീവിതത്തിലെ പുതിയ വഴികൾ, അങ്ങയുടെ വഴികൾ തെളിഞ്ഞു വരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
കർത്താവെ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ജോഷുവ 24:13 പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തരും. ദൈവമേ, ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ജീവിത സമ്മർദ്ദങ്ങൾ ഞങ്ങളുടെ യോഗ്യതയ്ക്കും കഴിവിനപ്പുറത്താണെങ്കിലും അത് സാധിച്ചതിന് ഉടമ്പടി കഴിയുമെന്ന പ്രത്യാശയോടെ അമ്മേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവെ, അങ്ങ് വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ലൂക്ക 24:49 പ്രാർത്ഥിക്കുന്നു. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. കർത്താവേ, ഈ വചനപ്രകാരം പ്രത്യാശിച്ചുകൊണ്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രത്യാശിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം അമ്മേ സാധിച്ചു തരണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവെ, അങ്ങ് വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ലൂക്കാ സുവിശേഷം 8:21 പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവെ, അങ്ങ് വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് സമയമായില്ല എന്ന സങ്കീർണമായ ആത്മീയ തടസ്സത്തെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് നൽകിയ അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുവിനെന്ന സ്വർഗീയ പോംവഴി അനുസ്മരിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലെ നല്ലൊരു ശതമാനം പോരായ്മ മാത്രമല്ല, തടസ്സങ്ങളുമുണ്ട്. കനായിലെ കല്യാണ വേദിയിൽ ഒരു പോരായ്മയാണ് വന്നത്, വീഞ്ഞ് തികയാതെ വന്നു. പക്ഷേ ചില ജീവിതത്തിൽ തടസ്സങ്ങൾ വരും, കുറേ തടസ്സങ്ങൾ. ഇപ്പോൾ അഡ്മിഷൻ കിട്ടാനുള്ള തടസ്സം എന്താണ്? നമുക്ക് മെറിറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഉടമ്പടി എടുത്ത് എത്രയോ പേരാണ് മെറിറ്റില്ല എന്നിട്ടും അമ്മയുടെ പ്രത്യേകമായ പരിപാലനയിൽ അവർക്ക് അഡ്മിഷൻ കിട്ടിയത്. ആ തടസ്സമാണ് ശരിക്കും. നമ്മുടെ ഡീമെറിറ്റ് നമ്മുടെ തടസ്സമാണ്. ഇപ്പോഴും രോഗത്തിന് മരുന്നുണ്ട്, പക്ഷേ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല, തടസ്സമാണ്. രോഗത്തിന് മരുന്നുണ്ട്, പക്ഷെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതെന്താണ്? പോരായ്മയല്ല, തടസ്സമാണ്. ഈ തടസ്സങ്ങളിൽ മേൽ ദൈവിക നടപടിയാണ് വരേണ്ടത്. അങ്ങനെ തടസ്സങ്ങളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ബന്ധന വിടുതൽ പ്രാർത്ഥന, ഉടമ്പടി ബന്ധന വിടുതൽ പ്രാർത്ഥന. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും സഭ പ്രാർത്ഥിച്ചതുപോലെ
സഭയോട് ചേർന്ന് നിത്യപിതാവേ, അങ്ങേ ദാസനായ അങ്ങേ പരിശുദ്ധ ദാസന യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. കാര്യം തടസ്സങ്ങളെല്ലാം മാറ്റണത് കരങ്ങൾ നീട്ടിയാണ്. ചെങ്കടലിൻ്റെ തടസ്സങ്ങൾ ദൈവം മാറ്റിയത് ദൈവത്തിൻ്റെ കരങ്ങൾ നീട്ടിയാണ്. ഇതുപോലെ തന്നെയാണ് ആയിക്കോട്ട തകർത്ത് കളഞ്ഞതും കരങ്ങൾ നീട്ടിയാണ്. നമ്മളോട് കരങ്ങൾ നീട്ടാൻ പറയും, പക്ഷേ അതിൻ്റെ മുകളിലൂടെ ദൈവത്തിൻ്റെ കരങ്ങൾ നീട്ടുന്നുണ്ട്. അല്ല, നമ്മുടെ കരങ്ങൾ നീട്ടണം കൊണ്ടല്ല, ആ വിഷയത്തിലേക്കാണ് ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഈ നിമിഷങ്ങളിൽ ഇപ്പോൾ അച്ഛൻ കരങ്ങൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ഏതെല്ലാം മേഖലകളിലാണ്. ഇപ്പം നിൻ്റെ വിറ്റ് മാറാത്ത സ്ഥലം അത് നിൻ്റെ മുമ്പിലുണ്ടാകണം നിർബന്ധമില്ല. ഒരു പക്ഷേ 45 ഡിഗ്രി ഒരു 10 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും. നീ അങ്ങോട്ട് കരം നീട്ടണം. അപ്പോഴേ ആ സ്ഥലത്തിലേക്ക് കരം നീട്ടിക്കൊണ്ടാണ് അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കേണ്ടത്. ചിലപ്പോൾ നിൻ്റെ അപ്പൻ രോഗിയാണ്, ഇപ്പം നീ വീട്ടിലായിപ്പോയി. ഇന്ന് വരെ ഈ വൈകുന്നേരം വരെ നീ ആശുപത്രി ഉണ്ടായിരുന്ന ആളാണ്, ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണ്. നീ വിശ്വാസം ഉണ്ടെങ്കിൽ 10 മനുഷ്യരുടെ മുമ്പിൽ ആശുപത്രിയിലേക്ക് ആ കരം നീട്ടണം ആ സമയത്ത്. അപ്പോൾ ദൈവത്തിന് തോന്നും നീ സാധാരണ ഓർഡിനറി വിശ്വാസിയല്ലെന്നാണ്. കർത്താവിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഓർഡിനറി കേസുകളൊന്നും എടുക്കത്തില്ല. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ ജീസസിൻ്റെ മൈൻഡ് ഒരു പ്രത്യേക മൈൻഡാണ്. നമ്മുടെ ഇൻസിൻസിയറിറ്റി ആയിട്ടുള്ള ഒരു കേസിൻ്റെ മേൽ തീരുമാനം ഉണ്ടാകത്തില്ല. കർത്താവ് ചോദിക്കും, വിശേഷവിധിയായി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിക്കും. ഉടനെ ചോദിക്കും, വിശേഷവിധിയായി എന്താണ് ചെയ്യണത്? നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ വിജാതിയിൽ അങ്ങനെ ചെയ്യണില്ലേ? നിങ്ങൾക്ക് കടം തരുന്നവർക്ക് മാത്രം നിങ്ങൾ കിട്ടുമെന്ന് ഓർത്ത് നിങ്ങൾ കടം കൊടുത്താൽ ദൈവത്തിനെ അറിയാത്തവരങ്ങനെ ചെയ്യണില്ലേ? വിശേഷവിധി ആയി നിങ്ങളെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ദൈവത്തിലെ ഈശോയുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഒരു സ്പെഷ്യൽ ക്രിസ്ത്യനാകാൻ, അതീത ക്രിസ്ത്യാനിയാകാൻ ശ്രദ്ധിക്കണം നമ്മൾ. അല്ലാതെ ഈ ബറാബർ അന്നാട് പുള്ളി അയ്യോഭാവി ക്രിസ്ത്യാനിയായിട്ട് ഇവിടെ ഒരു കഥയുമില്ല. ദൈവത്തിനെ കൊണ്ടൊരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നീ പിടികൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ നീ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കണം. ഇപ്പോഴേ പരസ്യമായ വിശ്വാസമെല്ലാം അനുതാപമായാലും വിശ്വാസമെല്ലാം പരസ്യമാണ്. അനുതാപവും പരസ്യമായാണ് പ്രകടിപ്പിക്കേണ്ടത്, വിശ്വാസവും പരസ്യമായാണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ സാക്ഷികൾ ആരെങ്കിലും ഉണ്ടാകണമെന്നർത്ഥം. ഇപ്പം നീ കർത്താവ് പറയും, നീ നിൻ്റെ മേലാളൻ്റെ അടുത്ത് പ്രതിയോഗിയുടെ അടുത്ത് തന്നെയാണ് അനുരഞ്ജനപ്പെടാൻ പോവുകയാണെങ്കിൽ സാക്ഷികളെ കൊണ്ടുപോകാൻ പറയും. ദർ മസ്റ്റ് ബി സംബഡി ടു വിറ്റ്നസ്. നിൻ്റെ അനുതാപമായാലും ശരി, അതുപോലെ തന്നെ നിൻ്റെ വിശ്വാസ പ്രവർത്തനമായാലും ശരി, ഒരു കമ്മ്യൂണിറ്റി കർത്താവ് പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട്. സ്വകാര്യമായിട്ട് അടിച്ചു മാറ്റാൻ നോക്കണ്ട, നടക്കത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. ചില അണ്ണന്മാർ സ്വന്തം ഇടവക പള്ളി പോകത്തില്ല, ധ്യാനകേന്ദ്രത്തിൽ മാത്രം പോകും. അതൊക്കെ ഒരു അടിച്ചു മാറ്റൽ പരിപാടിയാണ്. സ്വന്തം ഇടവകയെ പോകത്തില്ല, നാട്ടുകാർ കാണുമല്ലോ ഞാൻ വിശ്വാസിയാണെന്ന്. പക്ഷേ ധ്യാനകേന്ദ്രങ്ങൾ എത്ര അകലെ വേണമെങ്കിലും അവർ പോയിക്കൊള്ളൂ. അങ്ങനെയൊന്നും ചെയ്യരുത്. ധ്യാനകേന്ദ്രത്തിൽ പോകണ്ടെന്നല്ല, പോകണം. പക്ഷേ സ്വന്തം ഇടവകയിൽ 10 മനുഷ്യർ നിന്നെ അറിയാവുന്ന ആൾക്കാരുടെ മുമ്പിൽ നീ വിശ്വാസം പ്രഖ്യാപിക്കണത് കർത്താവ് മഹത്വപ്പെടും. കാര്യം പലരും ധ്യാനകേന്ദ്രത്തിൽ പോയിട്ടും അവിടെ കാര്യങ്ങൾക്ക് ചിലർക്ക് മാറ്റം ഉണ്ടാകുന്നതിന് കാരണം ഇവർ സ്വന്തം ഇടവകയോട് സഹകരിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് അച്ഛൻ തന്നതാണ്, ഞാൻ തന്നതല്ല, ഈശോ തന്നെയാണ് ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് us pray. നടപടി 19-18 പ്രാർത്ഥിക്കുന്നു. വിശ്വാസം സ്വീകരിച്ചവർ വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. ശുദ്ധപ്രയോഗം നടത്തിയിരുന്നവർ അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥച്ചുരികൾ കൊണ്ടുവന്ന് എല്ലാവരെയും കാണുകെ അഗ്നിക്കിരയാക്കി. കർത്താവേ, ഉടമ്പടിയെടുത്ത് ഞങ്ങളും ഈ നൊവേനയിൽ കൂടുന്നവരും ദൈവശക്തി അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ ആഭിചാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരസ്യമായി വർത്തുപേക്ഷിക്കാൻ
കർത്താവെ ഇടയാക്കണമേ എന്ന് ഈ ഉടമ്പടി നിവേദന വഴി പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 22 പ്രാർത്ഥിക്കുന്നു. ഉപപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ആളുകളെ ഉപദേശങ്ങൾ വഴി ധൈര്യപ്പെടുത്തിയതുപോലെ കർത്താവെ എല്ലാ ശുശ്രൂഷാലയങ്ങളെയും അവിടെ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും നീ അനുഗ്രഹത്തിന് നിഴൽ വീഴ്ത്തിക്കൊണ്ട് അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ ഉടമ്പടി നിവേദന വഴി പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 22:15 പ്രാർത്ഥിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തവയെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ നീ ഈശോയ്ക്ക് സാക്ഷിയായിരിക്കും. കർത്താവെ, ഉടമ്പടിയിലൂടെ ഞങ്ങൾക്കങ്ങ് നൽകിയിരിക്കുന്ന എല്ലാ അടയാളങ്ങൾക്കും പരസ്യമായ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ ഉടമ്പടി നിവേദനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 22-25 പ്രാർത്ഥിക്കുന്നു. അവർ പൗലോസിനെ തോൽവാര കൊണ്ട് ബന്ധിച്ചപ്പോൾ അടുത്തു നിന്നിരുന്ന ശതാധിപനോട് ചോദിച്ചു, റോമൻ പൗരനായ ഒരുവനെ വിചാരണ ചെയ്ത് കുറ്റം വിധിക്കാതെ ചമ്മട്ടുകൊണ്ട് അടിക്കുന്നത് നിയമാനുസൃതമാണ്. കർത്താവേ, നിയമാനുസൃതമല്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന സ്റ്റേഷനിലും കോടതിയിലും നിയമസംവിധാനങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്ന കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുവാൻ ഈ നിവേദനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 27-29 പ്രാർത്ഥിക്കുന്നു. കപ്പൽ പാറക്കെട്ടുകളുടെ മേൽ ചെന്നിടിച്ചാലോ എന്ന് ഭയന്നവർ അമരത്ത് നിന്ന് 4 നങ്കൂരങ്ങൾ ഇറക്കി പ്രഭാതമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവെ, ജീവിത നവക ഏതെങ്കിലും വിഷയത്തിലും അവസ്ഥകളിലും ഇടിച്ചു തകരുമ്പോൾ ഞങ്ങൾ ദൈവിക പുണ്യങ്ങളായ 3 വിശ്വാസം, പ്രത്യാശ, സ്നേഹവും സർവോപരി സമർപ്പണവും ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, അടയാളങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ നിവേദന അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. മക്കളെ ശ്രദ്ധിച്ച് കൈ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ സമയത്ത് വിശ്വാസപൂർവ്വം ചൊല്ലിക്കൊണ്ടിരിക്കണം. രോഗികൾ വീട്, സ്ഥലം എവിടെയാണ് എന്തെല്ലാം തരത്തിലുള്ള പ്രയാസമാണ് അനുഭവിക്കുന്നത് ആ സ്ഥലങ്ങളിലേക്കെല്ലാം ഇടത് കൈ ഹൃദയത്തിൽ വെച്ച് വിശ്വാസം പ്രഖ്യാപിച്ചിട്ട് വലത് കൈ ആ വിഷയത്തിലേക്ക് സമർപ്പിക്കണം. ഇടത് കൈ ഹൃദയത്തിലും വലത് കൈ വിഷയത്തിലും വെച്ച് നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ അതീവമായ വിശ്വാസത്തോടെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയെ, ഞങ്ങൾ ഇടത് കൈ ഹൃദയത്തിലും വലത് കൈ ഞങ്ങളുടെ വിഷയത്തിലും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവേ, അത് വീടാകാം, സ്ഥലമാകാം, കുഞ്ഞുങ്ങളാകാം, സ്ഥാപനങ്ങൾ, തകർന്നടിഞ്ഞ സ്ഥാപനങ്ങളാകാം, വ്യവസായശാലകളാകാം, വ്യാപാര കേന്ദ്രങ്ങളാകാം. കർത്താവ്, എന്തെല്ലാം മേഖലകളിൽ അങ്ങയുടെ മക്കൾ അടിമത്വം ബന്ധങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ആ മേഖലകളിലെല്ലാം പിതാവേ അങ്ങയുടെ വലത്ത് കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ദാസന യേശുക്രിസ്തു നാമത്തിൽ ഇപ്പോൾ അടയാളങ്ങളും കർത്താവേ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടയാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരോഗ്യങ്ങളും മാർഗ തടസ്സങ്ങളും അമ്മപരിശുദ്ധമാതാവിശുദ്ധന്മാരും ഇപ്പോഴേ എല്ലാ കണ്ണീരും ഒപ്പിടുന്നതിന് വേണ്ടി നീങ്ങുന്നതിന് വേണ്ടി ബാധ്യത വഹിക്കട്ടെ. നിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉയർത്തുന്നതിന്റെ യോഗ്യതയും സ്ഥാനത്തിന്റെ മഹത്വം ജനങ്ങൾക്ക് അടയാളം നൽകണമേ, അത്ഭുതം നൽകണമേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയുടെ സാന്നിധ്യമാക്കണമേ. Jesus Christ, pour out His Spirit, entire things, suck of the precious blood, out in pieces with the power and grace. പാപക്ഷമയുടെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓരോ പാപക്ഷമ കഴിയുമ്പോഴും അനുതാപത്തിൻ്റെ ഗാനങ്ങൾ
നമുക്ക് പ്രാർത്ഥിക്കാം. മാപ്പിയേകു ദൈവമേ, മാപ്പരുളുക, മാലിന്യമെല്ലാം അകറ്റിടുക. അത് അനുതാപത്തോടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കേണ്ടത്. ആ പാപവിനെ ആവർത്തിക്കരുന്ന ആത്മാർത്ഥമായ തീരുമാനത്തോടെ പ്രാർത്ഥിക്കണേ. ദൈവദർശനത്തിൽ നിന്ന് നിർത്തപ്പെട്ടിരിക്കുന്നത് ദൈവത്തിലെ കർത്താവിന് ഒരു നിമിഷം അലിവും മതി. നിൻ്റെ 1000 പ്രശ്നം ഇപ്പോൾ ഉരുകും. ഒരു നിമിഷത്തെ അലിവിൽ ഉരുകാൻ പോണത് 1000 പ്രശ്നമാണ്. ആ ഒരു ബോധ്യത്തിൽ വേണം അനുതാപത്താൽ പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കുക. മാപ്പിയേകു ദൈവമേ, മാപ്പരുളുക. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന കൽപ്പനക്കെതിരായി ദൈവമേ എൻ്റെ മനസ്സ് വ്യതിചലിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന ഉടമ്പടി വാഗ്ദാനപ്രകാരം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശത്തിനെ അവഗണിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിന് അവമതി ഉണ്ടാകുന്ന രീതിയിൽ ഞങ്ങൾ പെരുമാറിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന കൽപ്പനയ്ക്ക് വിരുദ്ധമായി കർത്താവിൻ്റെ ദിവസം അവിശുദ്ധവുമായി ഭക്തിയില്ലാതെ പരിശുദ്ധ കുർബാന മുടക്കിക്കൊണ്ട് വിശുദ്ധിയില്ലാതെ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ മാപ്പ് നൽകണമേ. ഭൂമി ദീർഘകാലം ജീവിക്കുവാൻ നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്ന കർത്താവേ, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കപ്പെടണമെന്ന നിന്റെ തേജസ്സിന് അനപേക്ഷണീയമായി ഞങ്ങളും ദീർഘകാലം ജീവിച്ചു കാണാൻ നീ ആഗ്രഹിക്കുന്നുവെന്നുള്ള നിൻ്റെ വലിയ മനസ്സ് തിരിച്ചറിഞ്ഞ് നിൻ്റെ മനസ്സിനകത്ത് അനപേക്ഷണീയമായി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കർത്താവേ മാപ്പ് നൽകണമേ. കൊല്ലരുത് എന്ന കൽപ്പന വഴി മനുഷ്യജീവൻ്റെ അമൂല്യത വെളിപ്പെടുത്തിയ ദൈവമേ, അബോർഷൻ ഉൾപ്പെടെയുള്ള പാപങ്ങൾ മറ്റു മനുഷ്യരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ട് വ്യക്തിഹത്യവും ചിത്രവധവും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവേ ഞങ്ങളോട് മാപ്പ് നൽകണമേ. വ്യഭിചാരം ചെയ്യരുത് എന്ന 6-ാം കൽപ്പനയിലൂടെ ഞങ്ങൾക്ക് നൽകിയ ഉടമ്പടി വചനത്തിനെതിരായി വാക്കിലും പ്രവൃത്തിയിലും വന്നു പോയിട്ടുള്ള പാപങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ. മോഷ്ടിക്കരുത്
7-ാം ഉടമ്പടി കൽപ്പനയ്ക്ക് വിരുദ്ധമായി ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങൾ, അന്യൻ്റെ വസ്തുക്കൾ, അന്യൻ്റെ ജോലി നഷ്ടപ്പെടുത്തുക, അന്യൻ്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുക, അടിച്ചു മാറ്റുക, പണയ വസ്തുക്കളുടെ മേലെ അമിത പലിശ ഈടാക്കിക്കൊണ്ട് അന്യൻ്റെ വസ്തുക്കൾ സ്വന്തമാക്കുക, ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി കൈപ്പറ്റിയുള്ള വസ്തുതകൾ ആളറിഞ്ഞിട്ടും തിരിച്ചു കൊടുക്കാണ്ടിരിക്കുക, അങ്ങനെ ഹൃദയത്തെയും ജീവിതത്തെയും മലിമസമാക്കിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. നിന്റെ ഭാര്യയെ മോഹിക്കരുത്, ഭർത്താവിനെ മോഹിക്കരുത്, വസ്തുവകകളെ മോഹിക്കരുത്. കർത്താവേ, എൻ്റെ അധ്വാനം കൊണ്ട് നേടുന്നത് കൊണ്ട് ജീവിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തതുണ്ടെന്ന് വരുത്തി തീർത്ത് അന്യൻ്റെ വസ്തുക്കൾ അപഹരിച്ചെടുത്ത് ആഡംബരം കാണിച്ച് നെളിയുന്ന അഹങ്കാരങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ഞങ്ങളുടെ പാപങ്ങളോർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇപ്പോഴെല്ലാം നമ്മൾ ഇത്രയും നേരം പ്രാർത്ഥിച്ചെല്ലാം ഉടമ്പടി നിബന്ധനകളാണ്. ഉടമ്പടി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഉടമ്പടി നിയോഗമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ നൽകിയിട്ടുള്ള ഉടമ്പടിക്കെല്ലാം 2 ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന് നിബന്ധനകളും, രണ്ടാമത്തത് നിയോഗവും. അതുകൊണ്ടാണ് 10 കൽപ്പന വരെ ഉടമ്പടിയാണ്. എന്താണ്? അതിൽ 2 ഘടകങ്ങളുണ്ട്. നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുക. അതിനാണ് വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നെല്ലാം പറയണ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. എന്തിനാണ്? നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അപ്പം നമ്മളാണ് ഉദ്ദേശം, ദൈവമല്ല. നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിന് എന്തോ സംഭവിക്കണ പോലെ തോന്നരുത്. ഒന്നും സംഭവിക്കത്തില്ല. നമ്മളുടെ ദീർഘായുസ് പോവും, ഭൂമി മാത്രമല്ല നിത്യതയും. അപ്പം അതുകൊണ്ട് അതാണ് ഒരു നിയോഗം. നിബന്ധന എന്താ? അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിബന്ധനകൾ. നാളെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഇന്നത്തെ കൊച്ചു സുഖങ്ങളോട് ബൈ പറയാനാണ് ഈശോ പറയണത്. വേറെ കാര്യമൊന്നും ഇല്ല, വളരെ നിസ്സാരമാണ്. സുഖങ്ങളൊക്കെ ശരിയാണ്, അത് ആരും നിഷേധിക്കണില്ല. പക്ഷേ നാളെ വലിയ ദുഃഖം തരുന്ന എല്ലാ വിഷയങ്ങളോടും അതിൻ്റെ പിന്നിലുള്ള എല്ലാം ദൈവത്തിൻ്റെ ഒരു മനസ്സുണ്ട്. നീ ആ രീതി വേണം ഇതൊക്കെ കാണാൻ. കാര്യം നമ്മൾ സന്തോഷമായി ജീവിക്കണം, ദീർഘകാലം ജീവിക്കണം, നിത്യത വരെ ജീവിക്കണം, നിത്യതയോളം ജീവിക്കണം. അതൊക്കെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഈശോ വന്നപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. എൻ്റെ അപ്പനെ പോലെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അപ്പൻ്റെ കൂടെ കാലം വരെ ജീവിച്ചു പോകണം എന്നാണ് പറയണത്. എൻ്റെ പിന്നിലെല്ലാം ഉള്ള സത്യം അതാണ്. മക്കളെ, എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് അറിയാൻ ശ്രമിക്കണം. ഞങ്ങളിങ്ങനെ നിങ്ങളോട് വ്യഭിചരിക്കരുത്, കക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളോർക്കും മതം ഇത്രയേ ഉള്ളെന്ന്. ഇതൊന്നുമല്ല. ഇതൊക്കെ ചുമ്മാ ഇവിടുത്തെ പുറമേ കാണുന്നതാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ഈ സംഭവങ്ങളെല്ലാം ഉള്ളത്. കാര്യം ഈ എൻട്രി പാസ് പോലും നമുക്ക് കിട്ടിയില്ലേ പിന്നെ നമ്മളെങ്ങനെ അകത്ത് കയറണത്? ഇതൊക്കെ എൻട്രി പാസ്സാണ്. നമ്മൾ ആശുപത്രിയിൽ കയറുമ്പോൾ 2 രൂപ ടിക്കറ്റ് എടുക്കത്തില്ലേ? അതുപോലുള്ള പാസ്സുകളാണിത്.
ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അകത്ത സമയം. അല്ലെങ്കിൽ ആശുപത്രി 2 രൂപ ടിക്കറ്റിലാണ് മുഴുവൻ കാര്യം ഇരിക്കണം നിങ്ങൾ ആശുപത്രി പ്രവേശനം മുഴുവൻ ഈ 2 രൂപ ടിക്കറ്റിലാണ് ഇരിക്കണമെന്ന് വിചാരിക്കുന്നത്. ഈ കൽപ്പനകളെല്ലാം അതുപോലെ പ്രവേശനത്തിനുള്ള യോഗ്യത മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഒരു എൻട്രൻസ് എക്സാം എഴുതി, അതുകൊണ്ട് നമുക്ക് MBBS കിട്ടുക? MBBS വേറെ സബ്ജക്റ്റാണ്. അത് എൻട്രൻസ് എക്സാമിന് MBBSുമായിട്ട് അതിൻ്റെ പ്രവേശന യോഗ്യത മാത്രമേ ഉള്ളൂ. അതുപോലെ കൽപ്പനകളെല്ലാം പ്രവേശന യോഗ്യതയാണ്. എൻട്രൻസ് തന്നെ തോറ്റുപോയാലുള്ള അവസ്ഥ അറിയാമല്ലോ, പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ വളരെ ലഘുവായും സിമ്പിളായിട്ടും എന്നാൽ ഗൗരവമായിട്ട് വേണം വിഷയങ്ങൾ കണക്കാക്കാൻ. ഈ ഒരു ബോധത്തിലാണ് ദൈവത്തെ സമീപിക്കണമെങ്കിൽ നിൻ്റെ എല്ലാ വിഷയങ്ങളിലും ദൈവം കൂടെ ഉണ്ടാകും. അല്ല നമുക്ക് രോഗം വരുമ്പോൾ മാത്രം, ഇപ്പോൾ കൃപാസനത്തിലൊക്കെ ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ ഉടനെ ചോദിക്കണത് എന്താണ്, ഉടമ്പടി ചെയ്തതാണോ? ആലപ്പുഴക്കാരാണെ പിന്നെ പറയാനുമില്ല. എന്താ കാര്യം? 30 കൊല്ലമായി സ്ഥാപനം ഇവിടെ കൃപാസനം എന്നുള്ള സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇന്ന് വരെ അവർ ചിലപ്പോൾ തിരിഞ്ഞു നോക്കി കാണത്തില്ല. പക്ഷെ അവർക്കൊരു ആവശ്യമുള്ളപ്പോൾ മാത്രം വരും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ കാര്യം കാണാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമല്ല ഇത്. ഇത് ദൈവത്തെ കാണാൻ വേണ്ടിയുള്ള സ്ഥാപനമാണ്. ആദ്യം അവർ ദൈവത്തെ കാണണം. അതിന് ഞങ്ങൾ ചടിക്കും. അതിനുള്ള മാർഗ്ഗങ്ങൾ 1000 മാർഗ്ഗം ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം അതിലേക്ക് വരാൻ പറയും. അല്ല കാര്യം കണ്ട് കയ്യും കഴുകി പോകാൻ ആർക്കും ഇവിടെ പ്രൊവിഷൻ കൊടുക്കത്തില്ല. അതെന്താ? ഞങ്ങൾക്ക് ദൈവത്തോടുള്ള ആ ഉത്തരവാദിത്വമാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ബോധത്തിൽ വേണം എൻ്റെ മക്കളെ ശുശ്രൂഷയെ കണക്കാക്കാൻ. ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി വന്ന നൊവേന കൂടി അത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ വെള്ളം അടിക്കുകയോ മറ്റോ പല കലാപരിപാടിയൊക്കെ ആയിട്ട് പോകാമെന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ മനസ്സ് ഇപ്പം തന്നെ ദൈവത്തിന് അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഒരു തീരുമാനമാണിത്. കാര്യം മറ്റു നൊവേന പോലെ അല്ല മരിയൻ നൊവേന അവൻ പറയണ പോലെ ചെയ്യണം. മറ്റു നൊവേനകൾക്കെല്ലാം അവൻ പറയണത് ഒരു പ്രശ്നമല്ല. നമ്മുടെ ജീവിത പ്രശ്നം അവതരിപ്പിച്ച് നൊവേനോടി പോകും. പക്ഷെ മരിയൻ നൊവേനയ്ക്ക് അങ്ങനെയല്ല. അത് അവൻ പറയണ പോലെ ചെയ്യണം. അവൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണം. അപ്പോഴാണ് എല്ലാ വിഷയത്തിലും ദൈവ തീരുമാനം ഉണ്ടാകണത്. അപ്പം അതുകൊണ്ട് കൃപാസനത്തിൽ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ പറയും. ആദ്യം ദൈവം പറയണ പോലെ ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വെള്ളമൊക്കെ വീഞ്ഞാക്കി വരണത്. ആദ്യം വെള്ളം വീഞ്ഞാക്കിയിട്ട് പിന്നെ ദൈവം പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ സ്ഥലം നോക്കാൻ പറയും. നമ്മൾ ഉടനെ പറയും. കാര്യം ദൈവ ശുശ്രൂഷാലയമാണ്. അപ്പം അതിൻ്റെ രീതികൾ മാത്രമേ കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എൻ്റെ മക്കൾ അതുകൊണ്ട് ഈ നൊവേന കൂടി നിങ്ങൾ നാളെ ക്രിസ്മസൊക്കെ വരുന്നു, നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്താമെന്ന് തീരുമാനിച്ചാൽ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും. അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവേ എന്നെ രോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തിയാൽ എൻ്റെ ഈ ജീവിത അവസ്ഥ എന്തിനു വേണ്ടി ഞാൻ നൊവേന കൂടുന്നത്, ആ വിഷയത്തിൽ നിങ്ങൾ എന്നെ വീണ്ടെടുത്താൽ ഞാനിനി നിൻ്റെ ആളായിട്ട് ജീവിക്കും, നിനക്ക് വേണ്ടി ജീവിക്കും. ഞാനിനി സാത്താനും ലോകത്തിനും എന്നെ കൊടുക്കത്തില്ല എന്നൊക്കെ മാന്യമര്യാദയ്ക്ക് കർത്താവിൻ്റെ മനസാക്ഷിയോട് സംവേദിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ കർത്താവിൻ്റെ വലിയ കൃപ ദൈവമഹത്വം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് അച്ഛനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും യേശുനാമത്തിൽ സൗഖ്യപ്പെട്ട് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴും അച്ഛൻ പറയാറുള്ളതാണ്, ഹൃദയവേദനയുള്ളവർ, ഹൃദയത്തിന് അസുഖമുള്ളവർ ഹൃദയത്തിൽ കൈവെക്കണം. കരളിന് അസുഖമുള്ളവർ നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം. അതുപോലെ തന്നെ ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവെക്കണം. കൈവച്ച് വിശ്വാസപ്രമാണം ചെല്ലണം. കൂടാതെ അതുപോലെ തന്നെ ശിരസ് സംബന്ധമായ രോഗമുള്ളവർ ശിരസ്സിൽ കൈവച്ച് വിശ്വാസപ്രമാണം ചെല്ലണം. അതുപോലെ തന്നെ പാൻക്രിയാസ് രോഗമുള്ളവർ നെഞ്ചിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഉദരരോഗമുള്ളവർ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. വയറിന് ഉണ്ടാകുന്ന വേദനകളെല്ലാം ഉള്ളവർ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. എന്തെല്ലാം പ്രാർത്ഥനകളാണെന്ന് നിങ്ങൾക്കറിയാം. അതെല്ലാം ഈ അച്ഛൻ
ഈശോയുടെ തിരുസന്നിധി സമർപ്പിക്കും. കിഡ്നി രോഗികൾ നടുവിലിന് കൈവച്ച് പ്രാർത്ഥിക്കണം. വാതരോഗികൾ, ശരിക്കും വാതരോഗികൾ ചെയ്യേണ്ടത് ഹോൾ ബോഡിയാണ് കർത്താവിന് സമർപ്പിക്കേണ്ടത്. അധികം സ്വസ്തിക പോലെ കൈവച്ച് ഹോൾ ബോഡി ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിന് സമർപ്പിക്കണം. അസ്ഥി രോഗികൾ അസ്ഥി വേദനിക്കുന്ന സ്ഥലത്ത് കൈവച്ച് കർത്താവിന് സമർപ്പിക്കണം. ഞരമ്പിന് വേദനയും ക്ഷതവുമുള്ളവർ എവിടെയാണ് വേദനയുള്ളത് അവിടെ കൈവച്ച് കർത്താവിന് സമർപ്പിക്കണം. ഓട്ടിസം രോഗികൾ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ ഓട്ടിസം കുഞ്ഞുങ്ങളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഗർഭാശയ രോഗികൾ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. മൂത്രാശയ രോഗികൾ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഇപ്പോഴേ കർത്താവ് നിങ്ങളെ സ്പർശിക്കാൻ പോകുകയാണ്. എല്ലായിടത്തും കൈവച്ചെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നു. കർത്താവ് നിങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം അവനുമായി പ്രാർത്ഥിക്കണം. കർത്താവെ, ഞാൻ നിൻ്റെ നാമത്തിലാണ് എൻ്റെ വേദനപ്പാടുകളെല്ലാം കൈവച്ചിരിക്കണമെന്ന് പറയണം. അമ്മയോടും പറയണം. രോഗങ്ങളെല്ലാം മനുഷ്യൻ അങ്ങനെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കണില്ല മക്കളെ. സത്യമായ ഒരു കാര്യമാണ്. നിങ്ങൾ പറയുവേ, ഓ ഈ രോഗം എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെ പോകത്തില്ല. ഈ രോഗം ദൈവത്തിനെയും കൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെ പറയണം നീ. ശരി പറയോ, ഈ രോഗം എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെ പറയരുത്. ഈ രോഗം ദൈവത്തിനെയും കൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെ നീ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചു കഴിയുമ്പോൾ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പത്രോസിൻ്റെ അമ്മായിയമ്മയെ പനി പിടിച്ച് കിടക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് കർത്താവ് എടുത്ത തീരുമാനമാണ് പത്രോസിൻ്റെ വീട്ടിൽ പോകുക എന്നുള്ളത്. കാര്യം ആ ചേടത്തി കുറേ വിഷമിക്കുന്നുണ്ട്. നല്ല പ്രസിദ്ധ വേലക്കാരത്തിയാണ്. പത്രോസ് പോകുന്നതിന് ശേഷം പെണ്ണുമ്പിള്ളയും മക്കളെയും കൊണ്ടുവന്ന് അവരുടെ വീട്ടിലാക്കിയിരിക്കുകയും അപ്പോൾ ആ ചേടത്തിയാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്നത്. ഇടയ്ക്കൊക്കെ തോന്നിവാസം പറയും, അവൻ വേദപാഠത്തിന് പോയിരിക്കണം, അതിനെ കൂനതൊക്കെ പറഞ്ഞ് പേതും പെരുക്കും ഇങ്ങനെ ചേടത്തി നോക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വേലയോട് സഹകരിക്കുന്ന ആളാണ്. അതുകൊണ്ട് കർത്താവിന് അവളോടൊരു കൂറ്. ഈശോക്കൊരു പ്രത്യേക രീതി എന്ന് ചെന്നതേ, ചില ഗുഡ്നെസ് ഉള്ള ആൾക്കാർ അവർ ചിലപ്പോൾ ഇതിനൊക്കെ പറയുമായിരിക്കും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നന്മയായിരിക്കും. ഗുഡ്നെസ് ഉള്ള ആൾക്കാർ, ഉള്ളിൽ നന്മയുള്ള ആൾക്കാർ, അവർ പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കാത്ത കാര്യം ചെയ്തു കൊടുക്കും. പറയണമെന്നൊന്നുമില്ല, പ്രാർത്ഥിക്കണമെന്നില്ല. അവരൊന്ന് ഓർത്താൽ മതി. ആ വിധവയുടെ മകനൊക്കെ അങ്ങനെയാണ് രക്ഷപ്പെടണത്. പട്ടണത്തിലേക്ക് വന്നപ്പോൾ ഒരു വിധവയുടെ മകൻ താബോർ മലയിൽ ഒരു ദിവസം ഞാൻ സഞ്ചരിച്ച് നടന്നപ്പോൾ താബോറിൻ്റെ മുകളിൽ അവിടെ നിന്ന് ഒരു മണിക്കൂർ ഞാൻ ധ്യാനിച്ച്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഈ താബോറിൻ്റെ ഇടതുവശത്താണ് ആ വിധവയുടെ മകൻ്റെ താഴെ, പട്ടണത്തിന് താഴെ, ഈ മലയ്ക്ക് താഴെയാണ് പട്ടണം, അതിൻ്റെ താഴെയാണ് ഈശോ ഈ വ്യക്തിയെ തടഞ്ഞു നിർത്തിയത്. അപ്പം ഞാൻ ഓർക്കണേ, ഒരു കാര്യമില്ലാതെ വഴി തടയുന്ന ദൈവം. നമ്മൾ വഴി തടയുന്ന നാട്ടുകാരെ നശിപ്പിക്കാനാണ്, പക്ഷെ ദൈവം നിൻ്റെ വഴി തടയും. കാരണം നിൻ്റെ മരണത്തിൽ നിന്ന് നിന്നെ ജീവനിലേക്ക് കൊണ്ടുവരാനാണ്. പല മരണവും രോഗമൊക്കെ ഒരു വഴിതടയലാണ്. ദൈവമാണത് ചെയ്തിരിക്കണമെന്ന് നീ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് വരാൻ എളുപ്പമായിരിക്കും. കാര്യം നിൻ്റെ ദൈവം എന്തെങ്കിലും നന്മ നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് എണ്ണിപ്പെറുക്കി അത് വെച്ചോണ്ട് നീ ആ പകുതി മാർക്കിനെങ്കിലും എഴുതിയിരുന്നെങ്കിൽ ഞാൻ നിനക്ക് ഫുൾ മാർക്ക് തന്നേനോ എന്ന് പറയുന്ന ചില അധ്യാപകരില്ലേ, പൊട്ടക്കുഞ്ഞുങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി മനസ്സ് ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ് നീ ഒരെണ്ണമെങ്കിലും ശരിയായിട്ട് എഴുതിയെങ്കിൽ ഞാനതിന് ശരിയിട്ടു ഞാനതിന് ഫുൾ മാർക്ക് തന്നേനം എന്ന് പറയലേ. ഈ ഒരു മൈൻഡ് സെറ്റാണ് ദൈവത്തിനുള്ളത്. എങ്ങനെയെങ്കിലും നിന്നെ രക്ഷിക്കാൻ എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ തിരക്കി നടക്കുന്ന ആളാണ് ദൈവം. എവിടെയെങ്കിലും കാര്യം ലൂപ്പ് ഹോള് തിരക്കി കിട്ടിയില്ലെങ്കിലും ആൾ കുറിച്ച് തൂങ്ങി നിനക്ക് വേണ്ടി മരിക്കും. പക്ഷെ എന്നാലും മനസ്സമാധാനത്തിന് ഞാൻ ഈ കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് കയറണ കൊണ്ട്
നിനക്കതുകൊണ്ട് ഒരു ദൈവത്തോടൊരു ആത്മാർത്ഥത എന്ന രീതിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. അതുകൊണ്ട് പറയും, ഉള്ളവനാണാ നീ എങ്കിൽ വീണ്ടും ഞാൻ നിനക്ക് നൽകുമെന്ന്, ഇല്ലാത്തവരിൽ നിന്ന് ഉള്ള പോലെ എടുക്കും. സങ്കടം കൊണ്ട് പറയണത്. കർത്താവിൻ്റെ കണ്ണീര് പൊടിഞ്ഞ പുരണ്ട കുറേ വാക്കുകളുണ്ട്. അതിലൊന്നിതാണ്, ഉള്ളവന് പിന്നെയും നൽകപ്പെടും. നമ്മളോർക്കും കേൾക്കുമ്പോൾ ഓർക്കും ദൈവം ശപിച്ച് പറയണം. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ല എൻ്റെ മകന് സ്നേഹം, ഉണ്ടല്ല എൻ്റെ മകന് പരസ്നേഹം, ഉണ്ടല്ല എൻ്റെ മകന് ക്ഷമ എന്ന് ഓർത്തിട്ട് സന്തോഷിച്ച് പറയണാണ് ഉള്ളവന് പിന്നെയും കൊടുക്കപ്പെടുമെന്ന്. അതൊക്കെ ദൈവത്തിനൊരു സന്തോഷമാണ് ശരിക്കും. കാര്യം ആൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം കൊടുത്ത് വീട്ടാൻ വേണ്ടി തീരുമാനിച്ച് കെട്ടിയിറങ്ങിപ്പോകുന്ന ആളാണ്. കർത്താവിൻ്റെ കുരിശുമരണം നീ ധ്യാനിക്കുമ്പോൾ നിൻ്റെ കണ്ണിൽ നിന്ന് ചോര വരണം. കാര്യം അത്ര കണ്ട് അവൻ യോഗ്യനാണ്, അത്ര കണ്ട് അവൻ പോകുന്നവനാണ്, അത്ര കണ്ട് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, അതിശക്തമായ ശ്രുതികട ഹല്ലേലൂയ. കൈകളെ രോഗപ്പാടുകളെല്ലാം വെച്ചുകൊണ്ട് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, ഞാൻ അങ്ങയുടെ മക്കളുടെ ജീവിതാവസ്ഥകളിലേക്ക്, കർത്താവേ, ഞാൻ ആ മക്കളുടെ കണ്ണുനീരിലേക്ക് കൈനീട്ടുകയാണ് നിൻ്റെ നാമത്തിൽ. നിൻ്റെ നാമത്തിൽ മോശ കൈനീട്ടിയപ്പോൾ അതിൻ്റെ മീതെ കൂടി കൈനീട്ടിക്കൊണ്ട് നീ ചെങ്കടലിനെ പിളർത്തിയവനാണ്. കർത്താവേ, അനേകം മക്കൾ ഇപ്പോഴേ കൈ രോഗങ്ങളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ മേലെല്ലാം നിൻ്റെ നാമത്തിൽ ഞാൻ കൈനീട്ടുന്നു കർത്താവേ. എൻ്റെ കൈക്ക് മീതെ കർത്താവേ നിൻ്റെ കൈ നീളുന്നതായി ഞാൻ കാണുന്നു കർത്താവേ. നിൻ്റെ കൈ ആണിപ്പിളർന്ന കൈയാണ്. നിന്റെ കൈ കടലിനെ ശാന്തമാക്കിയ കൈയാണ്. നിന്റെ കൈ കാറ്റിനെ ശാന്തമാക്കിയ കൈയാണ്. നിന്റെ കൈ അണിപ്പിളർന്ന അത്ഭുതകരമാണ് കർത്താവേ. ഇപ്പോഴും നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രക്തസ്രാവ രോഗിയെ സുഖപ്പെടുത്തിയ കരങ്ങൾ കർത്താവ് ഇപ്പോഴേ ഈ മക്കളുടെയൊക്കെ ശക്തികളിൽ കർത്താവ് ഇപ്പോഴും ഒഴുക്കിടെ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആരെല്ലാം കർത്താവ് ഇപ്പോൾ രോഗാവസ്ഥകളിൽ രോഗമുള്ള ഇടങ്ങളെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവിടെ മേലെല്ലാം കർത്താവ് ഇപ്പോഴേ നീ കൈനീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമി ബാലിക എഴുന്നേൽക്കുന്നു എന്ന് കർത്താവ്. ബാലികയെ പിടിച്ചെന്നേൽപ്പിച്ച് മരിച്ചവളെ ജീവനിലേക്ക് കൊണ്ടുവന്നവനെ ലാസറസ് കം ഔട്ട് എന്ന് പറഞ്ഞു കർത്താവ്. ലാസറിനെ പുനരുജ്ജീവനിൽ കൊണ്ടുവന്നവനെ, ജീവൻ നൽകുന്ന കൈകളെ, മരിച്ചു വേർപ്പിക്കുന്ന കൈകളെ കർത്താവ്, മരവിച്ചത് കർത്താവ്, നേരെയാക്കുന്ന കൈകളെ കർത്താവ്, കൈ സൂക്ഷിച്ചു പോയതിനെ നിവർത്തുന്ന കൈകളെ കർത്താവ് ഇപ്പോഴേ കർത്താവ് മക്കളുടെ ജീവിതാവസ്ഥകളിലേക്ക് നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ ഈ നിമിഷം യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. സർവോപരി ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി തീരുമാനിക്കുക. കാരണം ദൈവത്തിലേക്കുള്ള ഒരു പകർച്ച എന്ന് പറയുന്നത് ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ദൈവത്തിലേക്കുള്ള ഒരു പ്രവേശനമെന്ന് പറയുന്നത് ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ദൂതപുത്രൻ ഒരു തീരുമാനം നടത്തി. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുകയാണെന്ന് അവൻ പറഞ്ഞു. സഖ്യവസ് ഒരു തീരുമാനമെടുത്തു. വഞ്ചിച്ച വകയെല്ലാം തിരിച്ചു കൊടുക്കണം തീരുമാനിച്ചു. ദൈവത്തിലേക്കുള്ള തുറവി ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ്. നീ എന്ന് തീരുമാനമെടുക്കുന്നു അന്ന് ദൈവം നിൻ്റെ വീട്ടിലിരിക്കും. കർത്താവേ, നല്ല തീരുമാനമെടുക്കാൻ സഹായിക്കണമേ. നിൻ്റെ വചനത്തെ അനപേക്ഷിതമായ ഒരു സ്വർഗീയ തീരുമാനമെടുക്കാൻ എന്നെ ശക്തനാക്കണമേ, ശക്തിയാക്കണമേ. കർത്താവയുടെ മക്കൾക്ക് ഇപ്പോഴ്
നല്ല തീരുമാനമെടുക്കാൻ വേണ്ടി അങ്ങയുടെ പരിശുദ്ധാത്മാ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, വിവാഹം ഒത്തുവരാത്തവരുണ്ട് കർത്താവെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരുണ്ട് കർത്താവെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ ഉണ്ടാവുകയും അബോർഷനായി പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് തന്നെ അവരുടെ ശരീരത്തെക്കുറിച്ച് വിശ്വാസമില്ലാതെ ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ ഓരോ പുറത്തോട്ട് പോലും ഇറങ്ങാൻ വിഷമമാണ് ഈശോയെ. കല്യാണം നടന്നില്ലേ ആയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. കുട്ടികളില്ലെങ്കിലും വീണ്ടും ആയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഭൗതികമായ വിഷയങ്ങളിൽ ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല, അവർക്ക് ഉള്ളിൽ സന്തോഷിക്കാൻ വേണ്ടിയാണെന്ന് ചിലരെക്കുറിച്ചെങ്കിലും നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന പോലെ ചോദിക്കുമെങ്കിലും അവർ ഉള്ളിൽ ആഗ്രഹിക്കുന്ന തിന്മയാണെന്ന് ചില സമയത്ത് ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷേ നീ അങ്ങനെയല്ല കർത്താവേ. സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ സുഖം പ്രാപിക്കാതെ നടക്കുന്നതിൽ നിനക്ക് സന്തോഷിക്കാനല്ല, ഞാൻ സുഖം പ്രാപിച്ച് നടക്കുന്നതിൽ നിനക്ക് സന്തോഷിക്കാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവേ, എന്നെ സൃഷ്ടിച്ചവനെ, എനിക്ക് വേണ്ടി ജീവൻ നൽകിയവനെ, എൻ്റെ ആത്മാവിനെ വീണ്ടെടുത്തവനെ, എൻ്റെ സന്തോഷമെന്നും ആഗ്രഹിക്കുന്നവനെ, നിൻ്റെ കൃപ ഇപ്പോഴും കർത്താവേ നീ ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നാമത്തെ കർത്താവേ ഇപ്പോഴും മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയെല്ലാം ഞാൻ അപമാനിക്കപ്പെടുന്നുണ്ടല്ലോ, എവിടെയെല്ലാം എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ ഞാൻ അപമാന പാത്രമാകുന്നുണ്ടോ, അവിടെയെല്ലാം ഇപ്പോൾ ഈ നിമിഷം പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ യേശുനാമം മഹത്വപ്പെടാൻ വേണ്ടി എൻ്റെ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും രോഗങ്ങളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. എൻ്റെ കർത്താവേ, സ്തുതിയുടെ ഹല്ലേലൂയ. മക്കളെ, കൈകൾ കൂപ്പി കണ്ണടച്ച് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക. ഏതെങ്കിലും വസ്തുതകൾ, പഠന വിഷയങ്ങൾ, പരീക്ഷാ വിഷയങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സമർപ്പിക്കാം. വീട്, ജോലി, വിവാഹം, പറമ്പ്, സമാധാനമില്ലാത്ത അവസ്ഥകൾ, ചില ഇടങ്ങളിൽ നിന്നൊക്കെ വീട് വിറ്റ് പോരണമെന്ന് തോന്നണില്ലേ, അതെല്ലാം ഇപ്പോൾ സമർപ്പിക്കുക. ചിലയിടങ്ങളിൽ നിന്ന് ട്രാൻസ്ഫർ വേണമെന്ന് തോന്നണില്ലേ, അതും സമർപ്പിക്കുക. നമ്മളെക്കാൾ ജൂനിയേഴ്സ് ചില സമയത്ത് നമ്മുടെ മുകളിൽ കയറി വരുമ്പോൾ നമ്മളവിടെ മുമ്പിൽ ആക്ഷേപപാത്രമാണെന്ന് തോന്നണില്ലേ, ആ മാനസികാവസ്ഥയും സമർപ്പിക്കുക. മാർച്ച് കഴിയുമ്പോൾ ഇന്ന് റിട്ടയർ ആകുന്ന മുമ്പ് പ്രൊമോഷൻ വേണമെന്ന് തോന്നണില്ലേ, അതും സമർപ്പിക്കുക. ചിലപ്പോൾ അതിൻ്റെ പേരിലുള്ള ഇൻക്രിമെൻറ്റും അതിൻ്റെ പേരിലുള്ള പെൻഷൻ സ്കെയിലും ഒക്കെ വ്യത്യാസപ്പെട്ട നിൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പറ്റും, നിൻ്റെ കടങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നണില്ലേ, അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു കാര്യം നിസ്സാരമല്ല മക്കളെ, എല്ലാം നിൻ്റെ ദൈവം നിന്നെ സഹായിക്കുന്നതാണ്. നീ ഈ കാര്യത്തിലൊന്നും ഒരു പിശുക്ക് കാണിക്കരുത്. നിൻ്റെ അവസ്ഥ അതാണ്, അതുകൊണ്ടാണ്
നമ്മൾ ആ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നത്. ന്യായമായ ദൈവം നമ്മളെ സഹായിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളെല്ലാം കർത്താവിന് സമർപ്പിക്കണം. ഞാൻ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്ന ഈശോയുടെ നാമത്തിൽ അവൻ്റെ പ്രാർത്ഥനയുടെ സമയമാണിത്. ഇന്നുകൊണ്ട് ഈ നൊവേനയുടെ ഈ സെക്ഷൻ തീരുകയാണ്. 9 നൊവേനയായി. ഇനി നമ്മൾ ഇതുപോലെ എല്ലാ ദിവസവും അല്ല നൊവേന. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ചൊവ്വാഴ്ചയാണ്, ഡിസംബർ 4-ാം തീയതി, അതായത് 2004 ഡിസംബർ 7-ാം തീയതി ചൊവ്വാഴ്ച. അതിനോട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം അമ്മ തന്നത്. അതുകൊണ്ടാണ് ഇത്രയും അടയാളങ്ങൾ വരുന്നത്. അതുകൊണ്ട് അമ്മയുടെ ദിവസം ശനിയാഴ്ചയാണെങ്കിലും കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ചൊവ്വാഴ്ചയാണ്. അതുകൊണ്ട് നമ്മുടെ നൊവേന ചൊവ്വാഴ്ചയായിരിക്കും. ഇപ്പോൾ രാവിലെ 11:15 നമ്മൾ ജപമാല ചൊല്ലി 11:30 ഉടമ്പടി ധ്യാനവും, വൈകുന്നേരം 6 മണിക്ക് ഉടമ്പടി നൊവേനയും. അപ്പം അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് ഉടമ്പടി നൊവേന. പക്ഷെ അതേസമയം തന്നെ എപ്പോഴും കൃപയിൽ നിലനിൽക്കാൻ വേണ്ടി പറ്റുന്നവരെല്ലാം പറ്റണ പോലെ സമയം കണ്ടെത്തി നിങ്ങൾ കൃപാസനത്തിൻ്റെ യൂട്യൂബിൽ വരണം. കാര്യം അവിടെ നിങ്ങളെ കർത്താവ് കാത്തിരിക്കുന്നുണ്ട്. പരിശുദ്ധാമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ടെന്നുള്ള ബോധത്തിൽ വേണം നിങ്ങൾ യൂട്യൂബിലേക്ക് വരാൻ. കാര്യം ഇന്ന് കേരളത്തിലെ 24 hours പ്രെയർ ചാനലാണ് നമ്മളുള്ളത്. ദൈവം അങ്ങനെ നമ്മളെ മാറ്റി ഒരു പ്രെയർ ചാനൽ 24 hours ഏത് സമയത്തും തുറന്നിട്ടിരിക്കുന്ന ഒരു ദേവാലയം പോലെയാണ്. നിൻ്റെ വേദന സമയത്ത് രാത്രിയും പകലും നിനക്ക് ഈ കൃപാസനം യൂട്യൂബിനെ സന്ദർശിച്ചുകൊണ്ട് അവിടെ നിനക്ക് നൊവേനയുണ്ട്, അവിടെ ജപമാലയുണ്ട്, കുർബാനയുണ്ട്.